ഹരേ കൃഷ്ണ. സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 6 ധ്യാനയോഗം. ഇതിൽ 40 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത്. മനോനിയന്ത്രണം ഇല്ലാത്തവന് ആത്മസാക്ഷാത്കാരം പ്രയാസമേറിയതാണ് എന്നും മനസ്സിനെ കീഴടക്കി വേണ്ടും വിധത്തിൽ ശ്രമിക്കുന്നവനാകട്ടെ അതിൽ വിജയം നിശ്ചയമാണ് എന്നും ഇതാണ് എൻ്റെ അഭിപ്രായമെന്നും ഭഗവാൻ അർജുനനെ അറിയിച്ചു. ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ അർജുനന് നിരവധി സംശയങ്ങൾ മനസ്സിൽ ഉയരുകയാണ്. അർജുനൻ ഭഗവാനോട് പറയുന്നു, കൃഷ്ണ, വിജയം പ്രാപിക്കാത്ത അതീന്ദ്രിയ ജ്ഞാനിയുടെ ഗതി എന്ത്? ആരംഭത്തിൽ വിശ്വാസപൂർവം ആത്മസാക്ഷാത്കാരത്തിനുള്ള പദ്ധതി കൈക്കൊള്ളുകയും പിന്നീട് ലൗകിക വാസനകളാൽ വഴിതെറ്റിക്കപ്പെട്ട് യോഗത്തിൻ്റെ പരിപൂർണതയിൽ എത്താതെ പിന്മാറുകയും ചെയ്യുന്ന യോഗിക്ക് എന്തു സംഭവിക്കും? ഹേ മഹാബാഹുവായിട്ടുള്ള കൃഷ്ണ, അങ്ങനെ അതീന്ദ്രിയതയുടെ മാർഗത്തിൽ നിന്ന് ഭ്രഷ്ടനായി തീർന്ന ഒരാൾ ഭൗതികമായോ ആധ്യാത്മികമായോ ഉയരം നേടാനാകാതെ ഒരിടത്തും സ്ഥാനമില്ലാതെയും ഛിന്ന ഭിന്നമായ മേഘത്തെ പോലെ ആയിത്തീരുമോ? കൃഷ്ണ, അങ്ങ് അല്ലാതെ വേറെ ആർക്കും തന്നെ ഈ സംശയം പൂർണ്ണമായും മാറ്റാൻ കഴിവുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് അങ്ങ് തന്നെ ഇത് പൂർണ്ണമായും എനിക്ക് മനസ്സിലാക്കി തരണം. ഭഗവാൻ പറയുന്നു, ഹേ പാർത്ഥ, മംഗളകരങ്ങളായ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആധ്യാത്മിക ജ്ഞാനിക്ക് ഈ ലോകത്തിൽ ആയാലും ആത്മീയ ലോകത്തിലായാലും നാശമില്ല. സുഹൃത്തെ, നന്മ ചെയ്യുന്നവന് ഒരിക്കലും ദുർഗതി സംഭവിക്കാൻ വയ്യ. ഇതുവരെയാണ് നമ്മൾ മനസ്സിലാക്കിയത് 41-ാമത്തെ ശ്ലോകം. കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ തുടർച്ചയായി ഭഗവാൻ പറയുകയാണ്, പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഉഷിത്വാ ശാശ്വതീ സമ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോ അഭിജായതേ. പ്രാപ്യ പുണ്യകൃതാം ലോകാൻ, പ്രാപ്യ പുണ്യകൃതാൻ ലോകാൻ, പ്രാപിക്കുന്നു. എവിടെ? പുണ്യം ചെയ്തവരുടെ ലോകത്തിൽ. കുറച്ചായാലും എത്ര പുണ്യമാണ് എങ്കിലും കുറച്ചെങ്കിലും ചെയ്താൽ. ഇന്നലെ നമ്മളൊരു കഥ കേട്ടു അല്ലേ? ഭഗവാന് ഒരു പുഷ്പം അർപ്പിച്ചപ്പോൾ അതിൻ്റെ ഫലം കിട്ടി. അപ്പോൾ ഏത് പുണ്യപ്രവർത്തികൾ ചെയ്താലും അതിൻ്റെ ഫലമുണ്ടാകും. ആ ഫലം പുണ്യം ചെയ്തവരുടെ ലോകത്തിൽ ഉഷിത്വ ശാശ്വതീ സമ, വളരെ സംവത്സരങ്ങളോളം വാസസുഖം അനുഭവിക്കാം അവിടെ ചെന്നാൽ. ആ പുണ്യപ്രവർത്തിയുടെ ഫലം കഴിഞ്ഞാലോ? എന്നാലും കുഴപ്പമില്ല. ശുചീനാം ശ്രീമതാം ഗേഹേ, ശുചീനാം സദാചാരരായിട്ടുള്ള ഭഗവാനെ ഭക്തിപൂർവം സ്മരിക്കുന്നവരുടെ, ശ്രീമതാം ധനാഢ്യരായിട്ടുള്ള ആളുകളുടെ, ഗേഹേ വസിക്കാം. ധനാഢ്യർ എന്ന് പറയുമ്പോൾ പണം ചെലവഴിക്കാനുള്ള ധനാഢ്യർ മാത്രമല്ല, എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങൾ കൊണ്ടും ശ്രീമതേ, ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം കൊണ്ട്, ലക്ഷ്മീദേവിയുടെ പതിയായിട്ടുള്ള ഭഗവാനെ പൂജിക്കാനുള്ള അനുഗ്രഹം ലഭിച്ചവരുടെ ഭക്തിപൂർവമായ അന്തരീക്ഷത്തിൽ സുഖമായ രീതിയിലുള്ള ഒരു ജനനം യോഗഭ്രഷ്ടോ അഭിജായതേ, യോഗഭ്രഷ്ടൻ ആയവനും ലഭിക്കും. എന്തായാലും ഈ മുൻപോട്ടുള്ള കാൽവയ്പിൽ എത്രമാത്രം പുണ്യമാണോ നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഫലം തീർച്ചയായും നമുക്ക് ലഭിക്കും. അതുകൊണ്ട് യാതൊന്നും നീ പേടിക്കാനില്ല എന്ന് പറയുകയാണ് ഭഗവാൻ. യോഗത്തിൽ പരാജിതനാകുന്നയാൾ പുണ്യം ചെയ്തവർക്കുള്ള ഉപരിലോകങ്ങളിൽ ആനന്ദം അനുഭവിച്ചുകൊണ്ട് അനേകം സംവത്സരങ്ങൾ വാണതിനു ശേഷം, തൻ്റെ പുണ്യപ്രവൃത്തികളെല്ലാം ചെയ്തു തീർന്നതിനു ശേഷം നീതിനിഷ്ഠയായുള്ള പുണ്യാത്മാക്കളുടെയോ ധനികരുടെയോ കുടുംബങ്ങളിൽ വീണ്ടും പിറക്കുന്നു. ഭഗവാൻ ഇപ്പോൾ പറഞ്ഞത് കുറച്ചു കാലത്തെ അധ്വാനം മൂലമുണ്ടാകുന്ന, ആധ്യാത്മിക പാതയിൽ കുറച്ചു കാലം പ്രവർത്തിച്ചവരുടെ ചെറിയ എക്സ്പീരിയൻസ് ഉള്ളവരുടെ കാര്യമാണ് ഭഗവാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള, കൂടുതൽ കാലം ആധ്യാത്മിക ലോകത്തിൽ പ്രവേശിച്ച് അതിൽ പൂർണ്ണമായും ഉൾക്കൊണ്ടിരുന്നവരുടെ കാര്യം ഭഗവാൻ പറയാണ്. അഥവാ യോഗിനാം യേവ കുലേ ഭവതി ധീമതാം ഏതദ്ധി ദുർലഭതരം ലോകേ ജന്മയദീദൃശം. അതുമല്ലെങ്കിൽ യഥവാ യോഗിനാം യേവ
അല്ലെങ്കിൽ യോഗനിഷ്ഠരായവരുടെ, യോഗനിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാനുമായി വാസനകൾ ശുഷ്കിച്ച് വിഷയാസക്തികൾ ഇല്ലാത്ത, ബോധം ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരായിട്ടുള്ള അങ്ങനെയുള്ള അനുയോജ്യമായ സാഹചര്യത്തിൽ, അഥവാ യോഗിനാംയേവ കുലേ ഭവതി ധീമതാം, വളരെ ബുദ്ധിയുള്ളവരുടെ, ബുദ്ധി എന്തിനാ വേണ്ടത്? ഭഗവാനെ പ്രാപിക്കുന്നതിന് എന്തൊക്കെയാണോ താൻ ചെയ്യേണ്ടത് എന്നുള്ള ബുദ്ധി, അല്ലാതെ കണക്ക് കൂട്ടാനും സയൻസ് പഠിക്കാനുമുള്ള ബുദ്ധിയല്ല. കുല എന്നതിനിവിടെ കുടുംബം എന്ന അർത്ഥത്തിൽ കണക്കാക്കണ്ട. കുലേ ഭവതി ധീമതാം. രാക്ഷസകുലത്തിലാണ് പ്രഹ്ലാദൻ ജനിച്ചത്, അല്ലേ? അപ്പോൾ നല്ല കുടുംബം എന്നുള്ളത് ബ്രാഹ്മണൻ എന്നുള്ള ഉദ്ദേശം ആയിട്ട് മനസ്സിലാക്കണ്ട. എവിടെയാണോ മഹാത്മാക്കളുടെ സാമീപ്യവും സഹായവും കിട്ടുന്നത്, ആ സാഹചര്യത്തിലുള്ള ജാതിമത ചിന്തകളിലല്ല വരേണ്ടത് കുലം എന്ന് പറയുമ്പോൾ. മഹാത്മാക്കളുടെ സാമീപ്യവും സാഹചര്യവും കിട്ടാനുള്ള കുലത്തിൽ പിറക്കുന്ന ഒരാളായി മാറും. എങ്ങനെ വരുമ്പോൾ? ഇതിനു മുൻപ് ആധ്യാത്മിക പാതയിൽ മുന്നേറിക്കഴിഞ്ഞാൽ, രത്നാകരൻ വാത്മീകി വളരെ മോശകരമായ അവസ്ഥയിലായിരുന്നു, അല്ലേ? അപ്പോൾ ഏത് സമയത്താണോ മഹാത്മാക്കളുടെ സാമീപ്യം ലഭിക്കാൻ സാധ്യതയുള്ള കുലത്തിൽ, കുലേ ഭവതി ധീമതാം ഏതദ്ധീ ദുർലഭതരം, പക്ഷേ അങ്ങനെയുള്ളവർ ദുർലഭമാണ്, വളരെ ദുർലഭമാണ് അങ്ങനെയുള്ളവർ. ലോകേ ജന്മയതീദൃശം, ഈ ലോകത്തിൽ ഇപ്രകാരമുള്ളവരുടെ ജന്മം വളരെ വളരെ ദുർലഭമാണ് എന്ന് ഭഗവാൻ പറയുന്നു. മഹാജ്ഞാനികളായിട്ടുള്ള യോഗികളുടെ അല്ലെങ്കിൽ അതീന്ദ്രിയ ജ്ഞാനികളുടെ കുലത്തിലുള്ള ജനനത്തെ ഭഗവാൻ പ്രശംസിക്കാൻ കാരണം, അവർക്ക് ചെറുപ്പം മുതലേ തന്നെ, അല്ലെങ്കിൽ വളരെ ശ്രേഷ്ഠരായ ഭക്തരുടെ മക്കൾക്ക് വളരെ ചെറുപ്പത്തിലേ തന്നെ ആധ്യാത്മിക പ്രവണത ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ്. വിശേഷിച്ച് ആചാര്യന്മാരെ കാണാനുള്ള ഭാഗ്യമുണ്ടാകുന്നു, സത്സംഗങ്ങളിൽ ഏർപ്പെടാനുള്ള ഭാഗ്യമുണ്ടാകുന്നു. അങ്ങനെ വിവിധ തരത്തിലുള്ള ഭാഗ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ളവരുടെ കുടുംബത്തിൽ ജന്മമെടുക്കുമെന്ന് പറയുന്നത്. പാരമ്പര്യത്താലെ പരിശീലനം കൊണ്ട് ഇത്തരം കുടുംബങ്ങൾ പാണ്ഡിത്യവും ഭക്തിയും ഉള്ളവരായി തീരും. നമ്മളാണെങ്കിൽ പോലും ഈ ഭഗവത്ഗീതയും ഭാഗവതവും എല്ലാം കേൾക്കാനും വായിക്കാനും പറയാനുമുള്ള ഭാഗ്യമുണ്ടാകുന്നത് കഴിഞ്ഞ ജന്മത്തിലെ പുണ്യപ്രവർത്തികൾ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എവിടെയാണോ അത് തുടങ്ങാൻ ഭാഗ്യം ലഭിക്കുന്നത്, പിന്നീട് തിരിഞ്ഞു നോക്കുകയേ ചെയ്യരുത്. വളരെ ആത്മാർത്ഥമായി ആധ്യാത്മിക പാതയിൽ ഹരേ കൃഷ്ണ മുന്നേറുകയാണ് വേണ്ടത്. എവിടെ നിന്നാണോ നമുക്ക് തുടക്കം ലഭിക്കുന്നത്, അവിടെ ആയിരിക്കാം നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ വിട്ടുപോയിട്ടുണ്ടാവുക. ആ വാസനയോട് കൂടിയിട്ടാണ് ജനിച്ചു വീഴുന്നത്. അപ്പോൾ തുടക്കം എവിടെ നിന്നാണോ കിട്ടുന്നത്, പിന്നീട് തിരിഞ്ഞു നോക്കുകയേ ചെയ്യരുത്. എത്രയും വേഗത്തിൽ തന്നെ, എത്രമാത്രം കാര്യങ്ങളാണ് ഭഗവാന് വേണ്ടി ചെയ്യാൻ സാധിക്കുക, അത്രയും വേഗത്തിൽ അത് ചെയ്ത് തീർക്കുക തന്നെ വേണം. അങ്ങനെ വീണ്ടും പിറക്കുമ്പോൾ എന്തുണ്ടാവും? തത്രതം ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹികം യതതേ ച തതോ ഭൂയ സംസിദ്ധാ കുരുനന്ദന. തത്രതം ബുദ്ധി സംയോഗം, അപ്രകാരമുള്ള ഒരു ജന്മത്തിൽ, ബ്രഹ്മ വിഷയത്തോടെയുള്ള താല്പര്യമുള്ള ബുദ്ധി, ഭഗവാനെ പ്രാപിക്കണമെന്നുള്ള ബുദ്ധിയോടുകൂടിയുള്ള ഒരു ജന്മത്തിൽ, തത്രതം ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹികം, അങ്ങനെയുള്ള ജനനത്തിൽ പൂർവജന്മവാസനകൾ കൂടിയാണ് ജനിച്ചു വീഴുന്നത്. പല കുട്ടികളും വളരെ സുന്ദരമായി നൃത്തം ചെയ്യുന്നവരുണ്ടാകാം, പാട്ട് പാടുന്നവരുണ്ടാകാം, വരയ്ക്കാൻ കഴിവുള്ളവരുണ്ടാകാം. ഇതെല്ലാം ഹരേ കൃഷ്ണ കഴിഞ്ഞ ജന്മത്തിലെ വാസനകൾ കൂടി ചേരുന്നതാണ്. ഇവിടെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ അങ്ങനെ ജനിക്കുമ്പോഴും ആ വാസനകൾ നിലനിന്ന് പോരുകയാണ് ചെയ്യുന്നത്. ഈ ജന്മത്തിലും അതിൻ്റെ തുടർച്ചയായി ആ വാസനകൾ നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകുന്നു. യതതേ ച തതോ ഭൂയ, പൂർവജന്മത്തിൽ വിട്ടുപോയതിൽ തുടരുകയാണ് പിന്നീട് ചെയ്യുന്നത്. സംസിദ്ധ കുരുനന്ദന, ഹേ കുരുനന്ദന അർജുന, മോക്ഷസിദ്ധിക്കായി എവിടെ നിന്നാണോ കഴിഞ്ഞ ജന്മത്തിൽ തുടങ്ങിയത്, അത് അവസാനിക്കുന്നിടത്ത് ഈ ജന്മത്തിൽ വീണ്ടും തുടങ്ങുകയാണ് ആധ്യാത്മിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ. എത്രയോ ഉദാഹരണങ്ങളാണ് നമുക്കുള്ളതല്ലേ? മുൻ ജന്മത്തിലെ അതീന്ദ്രിയ അവബോധം പുനർജീവിപ്പിക്കുന്നതിന് കിട്ടുന്ന നല്ല ജനനത്തിന് ഉദാഹരണമാണ് ഏറ്റവും വിശിഷ്ട ബ്രാഹ്മണ കുലത്തിൽ തൻ്റെ 3ാം ജന്മമെടുക്കുന്ന ഭരത മഹാരാജാവ്. ലോകചക്രവർത്തിയായിരുന്നു അല്ലേ ഭരതരാജാവ്. അദ്ദേഹത്തിൻ്റെ വാഴ്ചയ്ക്ക് ശേഷമാണ് ഈ ഭൂമി ദേവന്മാരാൽ ഭാരതവർഷം എന്ന് തന്നെ വിളിക്കപ്പെട്ടത്. നമ്മുടെ ഭാരതത്തെ ഭാരതവർഷം എന്ന് വിളിക്കാനുള്ള കാരണം തന്നെ
ഭരത മഹാരാജാവായിരുന്നു. അതിനു മുൻപ് ഈ നമ്മുടെ ഭൂമിയെ ഇളാവൃത വർഷമെന്നായിരുന്നു പേര്. ഈ ചക്രവർത്തി യൗവനത്തിൽ തന്നെ ആത്മജ്ഞാനാർത്ഥിയായി ഭരണത്തിൽ നിന്ന് വിരമിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് അതിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ജന്മത്തിൽ ഒരു ഉത്തമ ബ്രാഹ്മണ കുടുംബത്തിലാണ്. ജഡഭരതൻ്റെ കഥയാണ് പറയുന്നത്. കഥ പറയാം അല്ലേ, അതായിരിക്കും കൂടുതൽ നല്ലത്. ഋഷഭൻ്റെ മകനായിട്ടായിരുന്നു ഭരതൻ ജനിക്കുന്നത്. വളരെയധികം ജ്ഞാനി, പ്രജാസംരക്ഷണത്തിന് അത്യധികം പ്രാധാന്യം കൊടുത്ത രാജാവ്, നിരവധി യജ്ഞങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട്. ഏകാദശി ആചരിക്കുന്നു, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നു. അങ്ങനെ ഏതെല്ലാം രീതിയിലാണോ തൻ്റെ ആത്മീയ പാതയിലേക്ക് മുന്നേറാൻ സാധിക്കുന്നത് ആ എല്ലാവിധത്തിലുള്ള പ്രവർത്തികളും ചെയ്തുകൊണ്ടായിരുന്നു ഭരത മഹാരാജാവിൻ്റെ രാജ്യഭരണം. പലവിധത്തിലുള്ള യജ്ഞങ്ങൾ, അതും കർമ്മഫലം ആഗ്രഹിക്കാതെ പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള ഭഗവാന് സമർപ്പിച്ചുകൊണ്ടുള്ള യജ്ഞങ്ങൾ. സർവ്വപാപങ്ങളെയും അദ്ദേഹത്തിൻ്റെ നശിപ്പിച്ചു കളയുവാൻ ഈ വക യജ്ഞങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ പുണ്യപ്രവർത്തികൾക്കും സാധിച്ചിരുന്നു. അന്ധകരണം പരിശുദ്ധമായി തീർന്നു. ഭഗവാനെ മാത്രം ഭക്തിയോടെ ഹൃദയാന്തർഭാഗത്ത് പ്രതിഷ്ഠിക്കാൻ സാധിക്കുന്ന ഒരു മഹാത്മാവായി അദ്ദേഹം തീർന്നു. നിരവധി വർഷം അദ്ദേഹം രാജ്യം ഭരിച്ചു. അതിനുശേഷം പുലഹാശ്രമത്തിൽ തപസ് ചെയ്യുന്നതിനു വേണ്ടി, പുലഹാശ്രമം സാളഗ്രാമ ശിലകളാൽ നിറഞ്ഞിട്ടുള്ള ഗണ്ഡകീ നദീതീരത്താണ് ഈ പുലഹാശ്രമം. സദാസമയവും ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ഭജിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഒരു നിമിഷം പോലും യാതൊരു വിധത്തിലുള്ള ഇംഗിതങ്ങൾക്കും വഴങ്ങാത്ത മനസ്സുമായി ഇരിക്കുകയായിരുന്നു ഭരത മഹാരാജാവ്. ഒരു ദിവസം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വേണ്ടി അദ്ദേഹം ഗണ്ഡകീ നദിയിൽ നിൽക്കുകയാണ്. ആ സമയത്ത് കുറച്ച് ദൂരെയായി ഒരു മാൻപേട വെള്ളം കുടിക്കുന്നതിന് പതുക്കെ ഇറങ്ങി വന്നു. ഒരു നിമിഷം രാജാവിൻ്റെ ശ്രദ്ധ മാനിലേക്ക് പോയി. ഒപ്പം തന്നെ ഒരു സിംഹത്തിൻ്റെ ഗർജനം കേൾക്കുന്ന മാൻ പേടികൊണ്ട്, അതും ഗർഭിണിയായിരുന്നു മാൻ, പേടികൊണ്ട് വെള്ളത്തിലേക്ക് ആ ഊക്കോടുകൂടി എടുത്ത് ചാടുകയാണ്. ആ ചാട്ടത്തിൽ ഗർഭിണിയായിരുന്ന മാൻ പ്രസവിച്ചു. എന്നാൽ കഠിനമായ വേദനയും ഊക്കോടെയുള്ള ചാട്ടവും ഒഴുക്കിലും പെട്ട് തള്ളമാൻ മരിച്ചു പോവുകയാണ് ഉണ്ടായത്. കുഞ്ഞിനെ ഭരതൻ തൻ്റെ കൈകളിലേക്കെടുത്തു. പിറന്നു വീണിട്ടേ ഉള്ളൂ. വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹം തൻ്റെ വാസസ്ഥലത്തേക്ക്, തൻ്റെ ആശ്രമത്തിലേക്ക് ആ മാൻകുട്ടിയെ കൊണ്ടുപോവുകയാണ്. ഭരതൻ ആ മാൻപേട കുഞ്ഞിനെ സ്നേഹിക്കാൻ തുടങ്ങി. അതിനെ പരിപാലിക്കുന്നതിനും അതിന് പാൽ കൊടുക്കുന്നതിനും അതിന് തീറ്റ കൊടുക്കുന്നതിനും ഇതിലായി കൂടുതലും ശ്രദ്ധ. മാൻകുട്ടിയും ഏതു സമയവും ഭരതൻ്റെ അടുത്തുകൂടി നടക്കുകയായിരുന്നു. കൂടുതൽ സമയം മുട്ടി ഉരുമിക്കൊണ്ടും തൻ്റെ കൊമ്പുകൊണ്ട് പതുക്കെ ചൊറിഞ്ഞും ഏതു സമയവും ഭരതൻ്റെ അടുത്തു തന്നെയായിരുന്നു മാൻകുട്ടിയും. ഭരതനും പുത്രീ നിർവിശേഷമായിട്ടുള്ള ഒരു സ്നേഹം മാൻകുട്ടിയോട് തോന്നിത്തുടങ്ങി. പൂജാതി ദ്രവ്യങ്ങളും കുശപ്പുല്ലും ശേഖരിക്കുന്നതിന് വനത്തിലേക്ക് പോകുമ്പോഴും മാൻപേടയെയും തോളിൽ വച്ച് ആയിരുന്നു ഭരതൻ്റെ യാത്ര. അതെല്ലാം കഴിഞ്ഞ് വന്ന് ധ്യാനത്തിലിരിക്കാൻ തുടങ്ങുമ്പോഴേക്കും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന തോന്നൽ മാൻപേടയ്ക്കും ഉണ്ടാകാൻ തുടങ്ങി. മാൻപേട ധ്യാനത്തിലിരിക്കുന്ന ഭരതനെ വന്ന് മുട്ടി ഉരുമി ധ്യാനത്തിൽ നിന്ന് ഉണർത്തും. ഒരു പ്രത്യേകതരം മമത രാജാവിനും അതുപോലെ തന്നെ മാൻകുട്ടിക്കും പരസ്പരം ഉണ്ടാകാൻ തുടങ്ങി. കൃഷ്ണമൃഗത്തെ പരിപാലിക്കാൻ തനിക്ക് കഴിഞ്ഞത് മുൻജന്മ പുണ്യമാണ് എന്നുള്ള തോന്നലും ധ്യാനത്തിൽ നിന്ന് രാജാവിനെ അകറ്റുകയാണ്. അങ്ങനെയിരിക്കെ മൃത്യുവിൻ്റെ കരാളഹസ്തങ്ങൾ രാജാവിനെ പിടികൂടി. ആ സമയത്ത് രാജാവിൻ്റെ ചിന്ത മുഴുവനും താൻ ഇല്ലാതായാൽ മാൻപേടയ്ക്ക് എന്തു സംഭവിക്കും എന്നായിരുന്നു. മരണവേളയിൽ മാൻകുട്ടിയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നതിനാൽ യം യം വാഭിസ്മരൻ ഭാവം ത്യജത്യന്തേ കളേവരം തം തമേ വൈദി കൗന്ദേയ സദാ തദ്ഭാവഭാവിതഃ. ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ, എന്തിനെക്കുറിച്ചാണോ മരണവേളയിൽ ഒരാൾ സ്മരിക്കുന്നത്, കുന്തിപുത്ര അയാൾ തീർച്ചയായും അതിനെ പ്രാപിക്കും. ഭരതനും തൻ്റെ മരണവേളയിൽ മാൻകുട്ടിക്ക് എന്തു സംഭവിക്കുമെന്നുള്ള ചിന്തയിൽ ആയിരുന്നതിനാൽ ഭരതനും ഒരു മാനായി ജനിക്കുകയാണ്. എന്നാൽ പൂർവജന്മ സ്മരണയോടുകൂടിയാണ് ഈ മാൻപേട ജനിക്കുന്നത്. താൻ കഴിഞ്ഞ ജന്മത്തിൽ എങ്ങനെയാണ്
പഥഭ്രഷ്ടൻ ആയത് എന്ന് ഓർക്കുന്ന മാൻകുട്ടി വീണ്ടും പുലസ്ത്യാശ്രമത്തെ പ്രാപിക്കുകയാണ്. ഉണങ്ങിയ പുല്ലും ഇലകളും തിന്നും ഗണ്ഡകീ നദിയിൽ നിന്ന് ജലം കുടിച്ചും സ്വശരീരത്തെ ത്യജിക്കുകയാണ്. എങ്ങനെയാണോ ഗുരുവായൂർ കേശവൻ ഭഗവാനെ പൂർണ്ണമായും സ്മരിച്ചുകൊണ്ട് തൻ്റെ ശരീരം ത്യജിച്ചത് എന്നതുപോലെ മാനും ഭഗവാന്റെ ഓർമ്മയിൽ ഭഗവാനോടുള്ള സ്നേഹത്താൽ ഉണങ്ങിയ പുല്ല് കഴിച്ച് ഗണ്ഡകീ നദിയിലെ വെള്ളം കുടിച്ച് തൻ്റെ ശരീരത്തെ ത്യജിക്കുകയാണ്. ആ മാൻകുട്ടി പിന്നീട് ഭഗവാനെ ഓർത്തുകൊണ്ട് ഭഗവാനോടുള്ള അടുപ്പം ഉണ്ടാകുന്നതിന് വേണ്ടി അതീന്ദ്രിയ ജ്ഞാനത്തിലേക്ക് ഉയരുന്നതിന് വേണ്ടി അടുത്ത ജന്മം, മൂന്നാമത്തെ ജന്മം ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുകയാണ്. പൂർവ ജന്മസ്മരണയുള്ള കുട്ടിയായി ജനിക്കുന്നു. അങ്ങനെയുള്ള ആ കുട്ടി ബന്ധുക്കളോട് അകലം പാലിക്കുകയാണ്. ഭഗവാന്റെ തൃപ്പാദങ്ങളെ മാത്രം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. ലോകരുടെ മുൻപിൽ ഒരു ഭ്രാന്തനായി ചിത്രീകരിക്കുകയാണ് അവനെ. പിതാവ് ഏറെ സ്നേഹിക്കുകയാണ് അവൻ്റെ ഭക്തിയെ. സമാവർത്തനം, ഉപനയനം, വേദാധ്യായനം ഇങ്ങനെയുള്ള ബ്രാഹ്മണ നിഷ്ഠകൾ ശരിയായ രീതിയിൽ തന്നെ എല്ലാം ചെയ്തു എങ്കിലും മനസ്സിനെ ഒരു ജഡത്വം, താൻ ആത്മാവാണ് എന്നുള്ള ചിന്ത മൂലം വേദാധ്യായന നിഷ്ഠകൾ ഒന്നും തന്നെ ജഡഭരതന് ചെയ്യാൻ സാധിച്ചില്ല. ശരിക്കും ഗായത്രി മന്ത്രം പോലും ഉച്ചരിക്കാൻ സാധിക്കുമായിരുന്നില്ല. സഹോദരന്മാർ വളരെയധികം കളിയാക്കുമായിരുന്നു. നീ ബ്രാഹ്മണനാണോ എന്ന് വരെ ചോദിക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ അച്ഛൻ്റെ മരണശേഷം സഹോദരന്മാർ കഠിനമായ ജോലികൾ ചെയ്യുന്നതിന് ജഡഭരതനോട് ആവശ്യപ്പെടുകയാണ്. ജീവൻ നിലനിർത്താൻ വല്ലപ്പോഴും കിട്ടുന്ന കുറച്ച് ഭക്ഷണം, അതിൽ കിട്ടിയില്ലെങ്കിലും വിരോധമൊന്നുമില്ല. വൃത്തിയോ സ്വാദോ നോക്കാതെ കിട്ടുന്നത് കഴിക്കും. എന്താണോ തന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് അത് വൃത്തിയായും വെടിപ്പായും ചെയ്യും. യാതൊരു വിധത്തിലുള്ള ഫലവും ആഗ്രഹിക്കാതെ, സമയമോ കാലാവസ്ഥയോ തണുപ്പോ ചൂടോ ഒന്നും നോക്കാതെ, ശരീരത്തിൽ ചെളി ഉണ്ട് ഇല്ലയോ അതും നോക്കാതെ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച് കാറ്റത്തായാലും മഴയത്തായാലും തൻ്റെ പ്രവർത്തികൾക്ക് ഒരു വിഘ്നവും തട്ടാതെ ജഡഭരതൻ ചെയ്തു പോന്നു. എന്നാൽ ബ്രാഹ്മണരായിട്ടുള്ള സഹോദരന്മാർ ജഡഭരതനെ ബ്രാഹ്മണ അധമൻ എന്ന പേരിലാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ശരീരം ഉണ്ട് എന്ന് പോലുമുള്ള തോന്നലില്ലാതെ ഒരു കീറിയ തുണിയുമെടുത്ത് ഭ്രാന്തനെ പോലെ ഭഗവാനെ മാത്രം ചിന്തിച്ചുകൊണ്ട് അവധൂതനെ പോലെ നടന്നിരുന്ന ജഡഭരതനെ ഒരിക്കൽ ഒരു നാട്ടുരാജാവിൻ്റെ കിങ്കരന്മാർ പിടികൂടുകയാണ്. നാട്ടുരാജാവിന് പുത്രന്മാർ ഇല്ലാത്തതിനാൽ പുത്രപ്രാപ്തിക്കു വേണ്ടി ഒരു നരബലി ആവശ്യമായി വരികയും നരബലിക്ക് വേണ്ടി കൊണ്ടുവന്നവൻ രക്ഷപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ജഡഭരതനെ കിങ്കരന്മാർ പിടിച്ചുകൊണ്ടുപോകുന്നത്. ഭദ്രകാളിക്ക് വേണ്ടി ബലിമൃഗമായി ജഡഭരതൻ തീരുകയാണ്. അങ്ങനെ തിരഞ്ഞു നടക്കുന്ന ജഡഭരതനെ നല്ല വസ്ത്രം ധരിപ്പിച്ച് വരിഞ്ഞ് കെട്ടിക്കൊണ്ടുവന്ന് നല്ല വസ്ത്രം ധരിപ്പിച്ച് കുളിപ്പിച്ച് സുന്ദരനാക്കി പുതുവസ്ത്രമെല്ലാം കൊടുത്ത് വാദ്യാഘോഷ മേളത്തോടുകൂടി ക്ഷേത്രനടയിലേക്ക് കൊണ്ടുവരുന്നു ബലി കൊടുക്കുന്നതിന് വേണ്ടി. പുരോഹിതന്മാർ മന്ത്രം ചൊല്ലുകയാണ്. ഉച്ചത്തിലുള്ള വാദ്യഘോഷങ്ങൾ. ഇതിനിടയിൽ തൻ്റെ ബലിക്കു വേണ്ടി ഉയർത്തിയ വാൾ, പുരോഹിതൻ ഉയർത്തിയ വാൾ, ദേവി പുറത്തേക്ക് വന്ന് ചുവന്നു തുടുത്ത ചോര കണ്ണുകളോടെ നിന്ന് ഭരതന് നേരെ ഓങ്ങിയ വാൾ പിടിച്ചു വാങ്ങിക്കൊണ്ട് രാജാവിനെയും കിങ്കരന്മാരെയും അനുയായികളെയും എല്ലാം ദേവി വധിക്കുകയും അവിടെ നിന്ന് ഭരതൻ മോചിതനാവുകയും ചെയ്യുകയാണ്. അങ്ങനെ അവിടെ നിന്നും പോകുന്നതിനിടയിലാണ് സിന്ധു സംവീര രാജാവ് രാഹുഗുണൻ കപിലാശ്രമത്തിലേക്ക് പോകുന്നത്. പല്ലക്ക് ചുമക്കുന്ന കിങ്കരന്മാർ ഓഹോയ് ഓഹോയ് എന്ന് വിളിച്ചുകൊണ്ട് രാജാവിനെയും കൊണ്ടുപോകുന്നു. ഒന്നും ശ്രദ്ധിക്കാതെ നടന്നു നീങ്ങുന്ന അവധൂതനായ ജഡഭരതൻ. ജഡഭരതൻ എന്ന് പറയാൻ കാരണം ശരീരം ഒരു ജഡം പോലെ, ശരീരം തന്മേൽ ഉണ്ടോ ഇല്ലയോ എന്ന ചിന്ത പോലും ഇല്ലാതെ നടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ കാരണം. ആ സമയത്ത് പല്ലക്ക് ചുമന്നിരുന്ന ഒരുത്തന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും നടന്നു പോകുന്ന ജഡഭരതൻ്റെ തോളിലേക്ക് പല്ലക്ക് വച്ചു കൊടുക്കുകയുമാണ്. താൻ ഒന്നും അറിയാത്തവനെ പോലെ തോളിൽ വച്ച് മറ്റുള്ളവർ നടക്കുന്നത് പോലെ
ജഡഭരതനും നടക്കാൻ തുടങ്ങി. എന്നാൽ പതുക്കെ പതുക്കെ താൻ ഒരു ഉറുമ്പിനെ പോലും കൊല്ലുകയില്ല എന്നുള്ള രീതിയിൽ ചാടിയാണ് ജഡഭരതൻ നടക്കുന്നത്. ഇതിനിടയിൽ പല്ലക്ക് ഇളകുകയാണ്. ജഡഭരതന്റെ പതുക്കെയുള്ള നടത്തവും ശ്രദ്ധിച്ചുള്ള നടത്തവും കാരണം മറ്റുള്ള കിങ്കരന്മാർ ഒപ്പം നടക്കുന്നതിന് ജഡഭരതന് സാധിക്കുന്നില്ല. രാജാവ് ചോദിക്കുന്നു, എന്താണ്, പല്ലക്കാകെ ഇളകുന്നല്ലോ? മറ്റുള്ള കിങ്കരന്മാർ ഉത്തരം പറഞ്ഞു, രാജൻ, പുതുതായി ചേർന്നവൻ പണിയെടുക്കാൻ യാതൊരു ഉത്സാഹവും കാണിക്കുന്നില്ല. പല്ലക്ക് പുറകിലേക്ക് വലിക്കുകയാണ് അവൻ ചെയ്യുന്നത് എന്ന് ഉത്തരവും നൽകി. രാജാവ് പറഞ്ഞു, കാഴ്ചയിൽ വൃദ്ധനായും ക്ഷീണിതനായും കഴിയുന്ന ഇയാൾ എന്തിനാണ് പല്ലക്ക് ചുമക്കാൻ വേണ്ടി വന്നെത്തിയിരിക്കുന്നത്? ജഡഭരതൻ ഒന്നും മിണ്ടാതെ രാജാവിൻ്റെ പല്ലക്ക് ചുമന്നുകൊണ്ട് നടന്ന് പതുക്കെ പതുക്കെ പോവുകയും ചെയ്തു. ഇതൊന്നും അദ്ദേഹത്തെ ബാധിച്ചില്ല. എന്നാൽ വീണ്ടും പല്ലക്കിളകുമ്പോൾ രാജാവ് അലറുകയാണ്. ജീവനുണ്ടായിട്ടും ചത്തവനെ പോലെ ജീവിക്കുന്ന നീ നമ്മുടെ വാക്കുകൾ ധിക്കരിക്കുകയാണ്. നിനക്ക് ശക്തമായ ശിക്ഷ ഞാൻ നൽകുന്നുണ്ട്. ജഡഭരതൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭാരം ചുമക്കുന്നു. ആർക്കു വേണ്ടി? എന്തിനു വേണ്ടി? എങ്ങോട്ടാണ് പോകുന്നത്? എപ്പോൾ എത്തും? ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല. എനിക്ക് യാതൊരു തിരക്കുമില്ല. ഞാൻ മെലിഞ്ഞവൻ, തടിച്ചവൻ, ശരീരബോധം ഇല്ലാത്ത എന്നെ അതൊന്നും നിങ്ങൾ പറയുന്നത് ബാധിക്കുന്നുമില്ല. അല്ലയോ രാജൻ, ആരാണ് സ്വാമി? ആരാണ് ഭൃത്യൻ? ഉത്തമനും ജഡനുമായ എനിക്ക് അങ്ങയുടെ ശിക്ഷ ഒരു പൊടിയെ വീണ്ടും പൊടിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. വളരെ നിഷ്ഫലമായ ഒരു പ്രവൃത്തി. ഈ വാക്കുകൾ കേട്ട രാഹുഗുണൻ എന്ന രാജാവ് പല്ലക്കിൽ നിന്നും ചാടി ഇറങ്ങുകയാണ്. അങ്ങ് ആരാണ്? ആരുടെ പുത്രനാണ്? അവധൂതനെ പോലെ അങ്ങ് സംസാരിക്കുന്നല്ലോ. ആത്മജ്ഞാനപരമായ വാക്കുകളാണല്ലോ അങ്ങ് പറയുന്നത്. നിഗൂഢമായ ജ്ഞാനം. ഒരുപക്ഷെ ജഡനെ പോലെയാണ് അങ്ങ് സഞ്ചരിക്കുന്നതെങ്കിലും അങ്ങ് വളരെയധികം ജ്ഞാനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജഡഭരതന്റെ കാലിൽ നമസ്കരിക്കുകയാണ് രാജാവ്. ജഡഭരതൻ പറയുന്നു, യഥാർത്ഥത്തിൽ സത്യം ഭവാൻ അറിയുന്നില്ല. ജ്ഞാനികൾ പ്രപഞ്ചം സത്യമാണ് എന്ന് വിശ്വസിക്കുന്നില്ല. ജ്ഞാനികൾ ത്രിഗുണാത്മകമായ മനസ്സിനെ കീഴടക്കുന്നു. വിഷയാസക്തമായ മനസ്സുള്ളവന് ദുഃഖവും വിഷയമുക്തമായ മനസ്സുള്ളവന് നിത്യ ആനന്ദവും ലഭിക്കുകയാണ്. ഗുണകർമ്മബന്ധിതമായ മനസ്സ് ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും വൃത്തികളും സ്വന്തമായ അഹങ്കാരവും കൂടിച്ചേർന്നതാണ്. അതായത് ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്നും ലഭിക്കുന്ന രൂപ, സ്പർശ, ഗന്ധ, രസ, ശബ്ദവും കർമ്മേന്ദ്രിയങ്ങളിൽ നിന്നും ഉള്ള വിസർജനം, സംഭോഗം, ഗമനം, സംഭാഷണം, പ്രവൃത്തി എന്നിവയും മനസ്സിൻ്റെ അഹങ്കാരവും ഇവ എല്ലാം കൂടിച്ചേർന്നതാണ് മനസ്സ് എന്നും ആ മനസ്സിനെ വിഷയാസക്തമാവുകയാണ് എങ്കിൽ ദുഃഖവും വിഷയമുക്തമാവുകയാണെങ്കിൽ നിത്യ ആനന്ദവും ലഭിക്കൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ജഡഭരതൻ രാജാവിനെ. ജ്ഞാനം കൊണ്ട് മായയെ ജയിച്ചവന് മാത്രമേ സത്യം ഗ്രഹിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഉള്ളിൽ അങ്ങുപോലും അറിയാതെ വളരുന്ന മനസ്സിൻ്റെ വ്യാപാരങ്ങളെ മുകുന്ദ പാദങ്ങളിൽ സമർപ്പിക്കുക. മുക്തിദായകനായ മുകുന്ദന് മാത്രമേ മോക്ഷം നൽകാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കുക. രാഹുഗുണൻ ജഡഭരതനെ വീണ്ടും നമസ്കരിച്ചുകൊണ്ട് പറയുന്നു, രോഗം കൊണ്ട് വലഞ്ഞവന് സിദ്ധൌഷധം പോലെ, വേനൽ ചൂടിൽ തളർന്നവന് ശീതളമായ കാലാവസ്ഥ പോലെ, ദേഹ അഭിമാനം കൊണ്ട് സ്വബോധം നശിച്ച എനിക്ക് അങ്ങയുടെ വാക്കുകൾ അമൃതതുല്യമായി ഭവിക്കുകയാണ്. ഇതാണ് അവധൂതനായി തീർന്ന ജഡഭരതൻ്റെ കഥ. വീണ്ടും പൂർണ്ണമായ ധ്യാനത്തിൽ ഭഗവത് പാദാരവിന്ദങ്ങളെ സ്മരിച്ചുകൊണ്ട് ജഡഭരതൻ മോക്ഷവും നേടുന്നു. ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുകയാണ്. എല്ലാവരും ഒന്നോർക്കുക, ഏത് പുണ്യപ്രവൃത്തിയായാലും ഭഗവാനോട് അടുക്കുന്ന ഓരോ അടിയായാലും ബാങ്ക് നിക്ഷേപങ്ങളാണ്. തൻ്റെ അടുത്ത ജന്മത്തിലേക്കുള്ള നിക്ഷേപമാണ് താൻ ഇടുന്നത് എന്ന് ഓർത്തുകൊണ്ട് ചെയ്യുക. ഒരിക്കൽ ടാർഗറ്റ് എത്തിക്കഴിയുമ്പോൾ മോക്ഷത്തിലേക്ക് ഈ പതുക്കെയുള്ള അടികൾ വളരെ പ്രാധാന്യമുള്ളതാണ്. ഓരോ ജന്മത്തിലും തൻ്റെ പുണ്യപ്രവർത്തികൾ ശേഖരിച്ചു കൊണ്ടുവന്ന് അടുത്ത ജന്മം തുടങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇന്നാകട്ടെ നാളെയാകട്ടെ എന്നുള്ള ചിന്തയില്ലാതെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാമജപം ഏതു സമയവും ഉയരട്ടെ. ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിന ആശംസകൾ. ഹരേ കൃഷ്ണ.